കേന്ദ്രമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് എത്തിയതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചടുല നീക്കങ്ങളുമായി ബി.ജെ.പി. മുന്നോട്ട്. ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയം ഈ മാസം പൂർത്തിയാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത നേതൃയോഗത്തിൽ തീരുമാനിച്ചു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിവേഗത്തിൽ മുന്നോട്ടു പോകാനാണ് ബി.ജെ.പി. ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള 40 മണ്ഡലങ്ങളിൽ വേഗം ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ജനുവരി 20-ന് മുൻപ് എൻ.ഡി.എ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ അമിത്ഷാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. എൻ.ഡി.എ നേതാക്കളുമായും അമിത്ഷാ ചർച്ച നടത്തി. ബൂത്ത് തലം വരെ എൻ.ഡി.എ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് അമിത്ഷാ നിർദ്ദേശിച്ചു. നിലവിൽ ജില്ലാ തലത്തിലാണ് എൻ.ഡി.എ കമ്മിറ്റികളുള്ളത്. ഇത് മണ്ഡലം, ബൂത്ത് തലത്തിലേക്ക് വ്യാപിപ്പിക്കണം. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് അമിത്ഷാ പറഞ്ഞു. ബി.ജെ.പി. തൊട്ടുകൂടാത്ത പാർട്ടിയാണെന്ന അവസ്ഥ ഇപ്പോൾ കേരളത്തിലില്ല. പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. പാർട്ടിയുടെ വളർച്ചയ്ക്കായി അത് പ്രയോജനപ്പെടുത്തണം. സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുക്കണം. മണ്ഡലം പിടിക്കാനായി തുടർച്ചയായ പ്രവർത്തനം നടത്താൻ കഴിയുന്നയാളായിരിക്കണം സ്ഥാനാർത്ഥിയെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം. എല്ലാ മതവിഭാഗങ്ങളെയും ഒപ്പം നിർത്തി മുന്നോട്ടു പോകണം. രാജ്യവിരുദ്ധ ശക്തികളെ പരാജയപ്പെടുത്താൻ ബി.ജെ.പിക്ക് മാത്രമേ കഴിയൂ എന്ന രീതിയിൽ പ്രചരണം നടത്തണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ഒരുക്കങ്ങളെ സംബന്ധിച്ച് നേതൃത്വം വിശദീകരിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ നേതാക്കളും പ്രവർത്തകരും ശ്രദ്ധിക്കണമെന്ന് അമിത്ഷാ നിർദ്ദേശിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് തദ്ദേശത്തിൽ വോട്ട് വിഹിതം കുറഞ്ഞത് ഗൗരവമായി കാണണം. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിൽ പൂർണ്ണമായി വിജയിക്കാനായില്ലെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നതായി സൂചനയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ മേഖലകളിൽ നേട്ടമുണ്ടാക്കാനായില്ലെന്നാണ് സ്വയം വിമർശനം. ഇതിൽ മാറ്റമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ വേണമെന്നും നിർദ്ദേശമുണ്ടായി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ചർച്ചയാക്കാനാണ് ബി.ജെ.പി. ഒരുങ്ങുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയത്തിന്റെ മുഴുവൻ വിശ്വാസത്തെയും ഹനിക്കുന്നതാണെന്നും കേസിന്റെ എഫ്ഐആറിൽ തന്നെ പ്രതികളെ രക്ഷിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കൊള്ളയിൽ 2 മന്ത്രിമാർ ജനമനസ്സിൽ കുറ്റവാളികളാണ്. എന്നിട്ടും ഇവരെ ന്യായീകരിക്കുകയാണ്. CPM-നൊപ്പം കോൺഗ്രസ് നേതാക്കളും പ്രതികളാണെന്നും അമിത്ഷാ ബി.ജെ.പി. ജനപ്രതിനിധികളുടെ സംസ്ഥാന സംഗമം ഉദ്ഘാടനവും മിഷൻ 2026 പ്രഖ്യാപനവും നടത്തിക്കൊണ്ട് പറഞ്ഞു. വികസനം, സുരക്ഷ, വിശ്വാസ സംരക്ഷണം എന്നിവയടക്കം കേരളത്തിന്റെ ഭാവിക്ക് ബി.ജെ.പി. സർക്കാരും മുഖ്യമന്ത്രിയും ഉണ്ടാകണം. ദേശദ്രോഹികളിൽ നിന്ന് രക്ഷിച്ച് കേരളത്തെ വികസിതമാക്കാനും വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനും LDF-നും UDF-നും കഴിയില്ല. 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം സൃഷ്ടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സൃഷ്ടിക്കാനാകൂ. LDF-UDF സഹകരണം കാരണം കേരളത്തിൽ വികസനം സ്തംഭിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാജ്യത്ത് കോൺഗ്രസും ഇല്ലാതായി. 2024-ൽ ബി.ജെ.പിക്ക് കേരളത്തിൽ ലഭിച്ച 20% വോട്ട് ഷെയർ 30-40% ഉയരാൻ ഇനി അധികകാലം വേണ്ട. LDF-ന്റെയും UDF-ന്റെയും മിത്രങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും. അവരുടെ വിഭജന രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കണം. LDF-ഉം UDF-ഉം പ്രീണന രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്. ഒരാളോടുള്ള പ്രീണനം മറ്റൊരാൾക്ക് അനീതിയാകും. അതുകൊണ്ടാണ് ബി.ജെ.പി. തുല്യനീതി പറയുന്നത്. വികസനത്തിനും വിശ്വാസ സംരക്ഷണത്തിനും കഴിയുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ ഒഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുകയും ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയെ നിയമിക്കുകയും ചെയ്യുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ വിജയത്തിന് നന്ദി പറയാൻ താൻ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ചിരുന്നുവെന്നും പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ പത്മനാഭസ്വാമിക്ക് മുമ്പിൽ ദർശനം നടത്തി വണങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ഷാ പറഞ്ഞു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളെ അദ്ദേഹം അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ പാർട്ടിയുടെ വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്.